ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെമസ്റ്റർ 2 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ജനറൽ ടെക്സ്റ്റ്, നമ്മുടെ ഇക്കോസ്കേപ്സ് എന്ന് പറയുന്ന ടെക്സ്റ്റിൽ 2-3 ടേംസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻഫാക്ട് 2 ടേംസേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ നമ്മുടെ കീ കോൺസെപ്റ്റ്സിൽ കൊടുത്തിരിക്കുന്ന ടേംസ് ആണല്ലോ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത്, കുറേ ടേംസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് കോസ്റ്റൽ ഫ്ലഡ് എന്നുള്ളതാണ്. എന്താണ് കോസ്റ്റൽ ഫ്ലഡ് എന്ന് പറയുന്നത്? അപ്പോൾ തീരപ്രദേശങ്ങൾ, കോസ്റ്റൽ എന്നുള്ള പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തീരപ്രദേശങ്ങളിലുണ്ടാകുന്ന, അതായത് സമുദ്രതീരങ്ങളിലുണ്ടാകുന്ന പല ടൈപ്പ് ഓഫ് റീസൺസ് കൊണ്ടുണ്ടാകുന്ന ഫ്ലഡിനെയാണ് നമ്മൾ കോസ്റ്റൽ ഫ്ലഡ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രീം ആയിട്ടുള്ള ടൈഡൽ കണ്ടീഷൻസും ഉണ്ട്, അല്ലെങ്കിൽ സിവിയർ വെതർ കണ്ടീഷൻസും ഉണ്ട്. ടൈഡൽ കണ്ടീഷൻസ് ഉണ്ടാകാനുള്ള റീസൺ എന്ന് പറയുന്നത് മേ ബി സിവിയർ വെതർ ചേഞ്ചസ് ആയിരിക്കാം. വെതർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് തിരമാലകൾ ശക്തമായിട്ട് ഉയരുകയും അല്ലെങ്കിൽ കൊടുങ്കാറ്റും ഉണ്ട്. തിരമാലകൾ ശക്തമായിട്ട് ഉണ്ടാവുകയും കരയിലേക്ക് അത് കയറി വരികയും കോസ്റ്റൽ ഫ്ലഡിങ് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും ലോ ലയിങ് ആയിട്ടുള്ള ലാൻഡിലൊക്കെ ആയിരിക്കും ഇത് ഭയങ്കരമായ പ്രോപ്പർട്ടി ലോസും അല്ലെങ്കിൽ ലൈഫിന് നഷ്ടമൊക്കെ ഉണ്ടാക്കുന്നത്. ജീവൻ നഷ്ടപ്പെടാം, പിന്നെ അതുപോലെ പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടാവും, ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കാണുന്നതായിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കാണ് ഇങ്ങനെയുള്ള ഫ്ലഡിങ്ങിനാണ് നമ്മൾ കോസ്റ്റൽ ഫ്ലഡ് എന്ന് പറയുന്നത്. മറ്റൊരു ടൈപ്പ് ഓഫ് ഫ്ലഡ് പ്രധാനമായിട്ടും ആ ചാപ്റ്ററിൽ പറയുന്നത് പറഞ്ഞാൽ ഫ്ലൂവിയൽ ഫ്ലഡ് എന്നുള്ളതാണ്. ഈ കോൺസെപ്റ്റ്സിൽ കാണാൻ പറ്റുന്ന ഒരു ടേം ഫ്ലൂവിയൽ, അതിന് റിവർ ഫ്ലഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട്, റിവർ ഫ്ലഡ് ആകുമ്പോൾ ഹെവി ആയിട്ടുള്ള റെയിൻഫോൾ കൊണ്ട് അല്ലെങ്കിൽ മെൽറ്റിംഗ് ഓഫ് സ്നോ കൊണ്ട് ഒരു റിവർ അതിൻ്റെ കപ്പാസിറ്റി എക്സീഡ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ഫ്ലൂവിയൽ ഫ്ലഡ് എന്ന് പറയും. അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന ഡാമേജ് ഈ പറഞ്ഞ അതിൻ്റെ തീരപ്രദേശങ്ങളിലൊക്കെ ഉള്ള, അതിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക്, പ്രോപ്പർട്ടിക്ക് ഒക്കെ നേരത്തെ നമ്മൾ കോസ്റ്റൽ ഫ്ലഡ് പറഞ്ഞതുപോലെ തന്നെ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ഡാമേജ് ഇതിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. കാരണം സ്മോളർ റിവേഴ്സിനെയൊക്കെ, അടുത്തുള്ള ചെറിയ ചെറിയ റിവേഴ്സിനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യും. അത് കരകവിഞ്ഞൊഴുകാൻ സാധ്യതയുണ്ട്. അതുമൂലം ഡാംസ് അല്ലെങ്കിൽ ഡാം ലൈക്ക് സ്ട്രക്ചേഴ്സ് ഒക്കെ ചിലപ്പം ബ്രേക്ക് ചെയ്യാനും അടുത്തുള്ള ഏരിയകളിലൊക്കെ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ചെന്ന് കയറാനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ട്. 2 ടൈപ്പ് ഓഫ് റിവറൈൻ ഫ്ലഡിംഗ് ആണ് പറയുന്നത്. ഓവർ ബാങ്ക് ഫ്ലഡിംഗ് ഉണ്ടാവാറുണ്ട്. വാട്ടർ ഓവർഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ്, ഒരു റിവറിൻ്റെയോ സ്ട്രീമിൻ്റെയോ എഡ്ജസ് കരകവിഞ്ഞൊഴുകുമ്പോഴാണ് അത് ഉണ്ടാകുന്നത്. ഫ്ലാഷ് ഫ്ലഡിംഗ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഏരിയ, അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അതാണ്. അതിൽ ഭയങ്കര ഇൻറ്റൻസ് ആയിരിക്കും, ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഹൈ വെലോസിറ്റി ഓഫ് ശക്തിയായിട്ട്, അത്രയും ശക്തിയിൽ വെള്ളം കരകവിഞ്ഞൊഴുകുകയും ഉള്ള ഒരു റിവർ ചാനലിലേക്ക്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിവർ ചാനലിലേക്ക് ചെല്ലുകയും ചെയ്യുവാണെങ്കിൽ അതിനാണ് നമ്മൾ ഫ്ലാഷ് ഫ്ലഡിംഗ് എന്ന് പറയുന്നത്. അത് വളരെ ഇൻറ്റൻസ് ആയിരിക്കും, അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് വളരെ മാരകമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിവർ ചാനലിലാണ് ഉണ്ടാകുന്നത്. അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട 2 ടൈപ്പ് ഓഫ് ഫ്ലഡിങ് അതിനകത്ത് പറയുന്നത്. ഇതും ഈ കാണിച്ചിരിക്കുന്ന പിക്ചറും ഒരു ഫ്ലൂവിയൽ ഫ്ലഡിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 2 ടേംസ്, അല്ലെങ്കിൽ ഫ്ലൂവിയൽ ഫ്ലഡ് എന്ന് പറയുന്നത്, കോസ്റ്റൽ ഫ്ലഡ് എന്ന് പറയുന്നത്, ചിലപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലഡിനകത്ത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് ആ 2 ടേംസും പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടേമുമായിട്ട്, മറ്റ് ടേംസുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.